ADGP MR അജിത് കുമാറിനെതിരെ വിമർശനം തുടർന്ന് നിലമ്പൂർ MLA PV അൻവർ. അതിനിടെ P ശശിക്കെതിരായ രാഷ്ട്രീയ ആരോപണം അൻവർ വിടുകയും ചെയ്തു. CPM-ലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയിൽ അജിത് കുമാറിനെതിരെ പോരാട്ടം കടുപ്പിക്കാനാണ് അൻവറിന്റെ നീക്കം. ADGP അവധിയിൽ പോകുമെന്ന പ്രതീക്ഷയാണ് അൻവറിനുള്ളത്. കോഴിക്കോട്ടെ വ്യവസായിയായ മാമിയുടെ തിരോധാനത്തിന് പിന്നിൽ ADGP MR അജിത് കുമാറിന്റെ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചുവെന്നാണ് അൻവർ പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും അജിത് കുമാർ അവധിയിൽ പോയത് തെളിവുകൾ നശിപ്പിക്കാനാണെന്നും അൻവർ ആരോപിച്ചു. അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണെന്നും അൻവർ ആരോപിച്ചു. അജിത് കുമാറിന് സുജിത് ദാസിന്റെ ഗതി വരുമെന്നും കാലചക്രം തിരിയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ നിന്ന് തൽക്കാലം പിന്നോട്ട് പോകണമെന്ന് മാമിയുടെ കുടുംബത്തോട് PV അൻവർ ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. ഇനി രാഷ്ട്രീയമായി മറുപടി പറയാനില്ല. ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൽ മാത്രമാണ് പ്രതികരിക്കുക. തെളിവുകൾ പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തിന് സീൽ വെച്ച കവറിൽ നൽകും. മാമി തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ കുടുംബം പുതിയ പരാതി നൽകുമെന്നും അൻവർ പറഞ്ഞു. ADGPയെ മാറ്റുമോ എന്ന ചോദ്യത്തിന് നല്ലതിനായി പ്രാർത്ഥിക്കാമെന്നും അൻവർ മറുപടി പറഞ്ഞു. P ശശിക്കെതിരായ ആരോപണത്തിൽ നടപടിയൊന്നും ഇല്ലല്ലോ എന്ന ചോദ്യത്തിന് ഇനി രാഷ്ട്രീയ മറുപടി ഇല്ലെന്ന് PV അൻവർ പറഞ്ഞു. DIG നേരിട്ടാണ് തന്റെ മൊഴി രേഖപ്പെടുത്തിയത്. അന്വേഷണത്തിൽ ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നുവെന്നും PV അൻവർ പറഞ്ഞു. മാമിയുടെ കുടുംബത്തെ അൻവർ സന്ദർശിച്ചിരുന്നു. CPM നേതൃത്വത്തിലെ പല പ്രമുഖരും അൻവറിനൊപ്പമുണ്ട്. ADGPയെ ലക്ഷ്യമിടാനും ഇടതു സർക്കാരിനും CPM നേതാക്കൾക്കും കുഴപ്പമുണ്ടാക്കുന്നതൊന്നും പറയരുതെന്നും ഇവർ അൻവറിനെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അൻവർ ശശിക്കെതിരായ ആരോപണം പിന്നോട്ട് വലിക്കുന്നത്. ADGP MR അജിത് കുമാറിനും പത്തനംതിട്ട മുൻ SP സുജിത് ദാസിനുമെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം അൻവറിന്റെ മൊഴിയെടുത്തിരുന്നു. 10 മണിക്കൂറോളമാണ് പ്രത്യേക അന്വേഷണ സംഘം PV അൻവറിന്റെ മൊഴിയെടുത്തത്. ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് PV അൻവറിന്റെ മൊഴിയെടുത്തത്. ഇന്നലെ രാവിലെ 11:30ഓടെയാണ് മൊഴിയെടുപ്പ് ആരംഭിച്ചത്. രാത്രി 9:30ഓടെയാണ് മൊഴിയെടുപ്പ് പൂർത്തിയായത്. തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസാണ് മൊഴിയെടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വിശദമായി മൊഴി നൽകിയെന്ന് PV അൻവർ പ്രതികരിച്ചു. SP ഓഫീസിലെ മരമുറി അടക്കമുള്ള ആരോപണങ്ങളിലാണ് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തത്. എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കിട്ടിയ തെളിവുകൾ കൈമാറിയെന്നും മൊഴിയെടുത്ത ഉദ്യോഗസ്ഥനിൽ വിശ്വാസമുണ്ടെന്നും PV അൻവർ മൊഴിയെടുപ്പിന് ശേഷം പ്രതികരിച്ചു. മൊഴിയെടുപ്പിൽ തൃപ്തിയുണ്ട്. പോലീസിനെതിരെ പരാതി പറയാനായി നൽകിയ വാട്സാപ്പ് നമ്പറിൽ ലഭിക്കുന്നത് വലിയ പ്രതികരണമാണെന്നും PV അൻവർ പറഞ്ഞു. 350 വിവരങ്ങളാണ് ഇതിനോടകം വന്നത്. പോലീസിനെതിരായ പരാതികൾ പരിശോധിക്കാൻ വേറെ സംവിധാനവും പരിശോധിക്കുന്നുണ്ടെന്നും PV അൻവർ പറഞ്ഞു. P ശശിക്കെതിരായ ആരോപണങ്ങൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചോ എന്ന ചോദ്യത്തിന് ശശിക്കെതിരെയുള്ളത് രാഷ്ട്രീയ ആരോപണമാണെന്നും പോലീസ് നോക്കുന്നത് കുറ്റകൃത്യമാണെന്നുമായിരുന്നു ഇന്നലെ നൽകിയ മറുപടി. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും അൻവർ ആരോപണം ഉന്നയിച്ചു. പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയത് VD സതീശൻ എന്നാണ് അൻവർ മൊഴിയെടുപ്പിന് ശേഷം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. MR അജിത് കുമാറും VD സതീശനും ഗൂഢാലോചന നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. പുനർജനി കേസ് അട്ടിമറിക്കാൻ RSS നേതാക്കളെ സതീശൻ കണ്ടുവെന്നും അൻവർ ആരോപിച്ചു. പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ അദ്ദേഹം വീണ്ടും ഉയർത്തി. ഉന്നത പോലീസുകാരടക്കം പലരും കാമഭ്രാന്തന്മാരാണെന്ന് അൻവർ പറഞ്ഞു. പല സ്ത്രീകളും പീഡനത്തിന് ഇരയായെന്നും അൻവർ ആരോപിച്ചു. 20 വർഷം മുൻപുള്ള ആരോപണങ്ങളിൽ മുകേഷ് MLA അടക്കം ഒരു അന്വേഷണ റിപ്പോർട്ടും ഇല്ലാതെ FIR ഇട്ട് അന്വേഷിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ബലാത്സംഗ വെളിപ്പെടുത്തലുമായി ഇതുവരെ ഒരു സ്ത്രീ എത്തിയിട്ടും FIR ഇട്ട് അന്വേഷിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. എന്തിനാണ് പോലീസ് മുങ്ങിക്കളിക്കുന്നതെന്നുമായിരുന്നു അൻവർ ഇന്നലെ ചോദിച്ചത്.